കുറിച്ചൊരു നാലക്ഷരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈറലാ എന്നൊരൊറ്റ ധാരണയാണ് പല ആളുകളും ഈ ഒരു രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നുള്ളതാ. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആ വ്യക്തി ഇപ്പൊ ഒരു 10-80 വയസ്സ് കഴിഞ്ഞല്ലോ അല്ലെ. ആള് ഈ ഡയലോഗ് അടിച്ച് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പേരെടുക്കാൻ വേണ്ടി തന്നെയാണ്. മലപ്പുറം ജില്ലയെ ചൊറിഞ്ഞാൽ തിരിച്ച് നമ്മൾ മാന്തും, അത് അവർക്ക് വൈറലാവാനുള്ള ഒരു കാരണമാകും. നെഗറ്റീവ് തന്നെയാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പൊ മാത്യു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്യു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ല പാകിസ്ഥാനാണ് എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഇവിടെ നോമ്പ് കാലത്ത് ഭക്ഷണം കിട്ടില്ല, ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ട് നിങ്ങളും കഴിക്കണ്ട എന്നുള്ള ധാരണയാണ് എന്നൊക്കെയാണ് ഈ നാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം ഞാൻ പറയട്ടെ, ഈ മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉടനെ തന്നെ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് പ്രതികരിച്ചു പോകുന്നതാണ്. നമുക്ക് എന്തായാലും ഒന്ന് കാണാം. കേരളം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് പാർട്ടി അവരുടെ മുസ്ലിം ലീഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, അവര് നിശബ്ദമായി. എന്താ അതിന്റെ കാരണം? കാരണം ഇത് വെള്ളാപ്പള്ളി പറഞ്ഞത് 100% സത്യമാണ്. അതാ എന്റെ കാര്യം.